Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാജേന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൂട്ടലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ ഉപ്പും മഞ്ഞളും എല്ലാം എല്ലാ സൈഡിലും എത്തുകയുള്ളൂ. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു മാവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സാധാരണ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്നും കൂടെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം, എന്നിട്ട് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനൊരു 1/2 കപ്പ് പഞ്ചസാരയും അതേ അളവിൽ തന്നെ വെള്ളവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അത് നൂൽപ്പരുവത്തിലുള്ള പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മേലിട്ട് പരത്തുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ വളരെ നൈസായിട്ട് വേണം ഇതിങ്ങനെ പരത്തിയെടുക്കാനായിട്ട്. കൈവച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് പരത്തുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാജയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ മറ്റേ ഭാഗവും കൂടെ ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെയും കൂടെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊന്നും കൂടെ എടുത്തു പറയാം. നിങ്ങളിത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കാജ കിട്ടും. അപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്നും കൂടെ മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലോട്ടേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വലിപ്പം വേണ്ട, അതായത് ഭയങ്കര വീതി ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒരുപാട് നൈസും ആവാണ്ട് ഒരു ഒത്ത വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നേരത്തെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാം. ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കുക. അപ്പം നല്ല സൈഡിൽ നല്ല ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് നമ്മൾ സൗകര്യപൂർവ്വം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കാജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം വൺ സ്റ്റിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.